ലോകത്തെയോ ലോകത്തിലുള്ള വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. പിന്നെ ആരെങ്കിലും ലോകത്തെ സ്നേഹിച്ചാൽ പിതാവിന്റെ സ്നേഹം അവനിൽ ഉണ്ടായിരിക്കുകയില്ല. ലോകത്തെയോ ലോകത്തിന്റെ വസ്തുക്കളെയോ നിങ്ങൾ സ്നേഹിക്കരുത്. നീ ഈ ലോകത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ ലോകത്തിന്റെ ഒരു വ്യക്തിയായി ജീവിക്കാതെ മറിച്ച് മറുലോകത്തിന്റെ വ്യക്തിയായി ഈ ലോകത്ത് നമ്മൾ ജീവിക്കുക. മറുലോകത്തിന്റെ വ്യക്തിയായി ജീവിക്കുക എന്ന് പറഞ്ഞ അർത്ഥം എന്തുവാ? മറുലോകത്തിന്റെ വ്യക്തിയായി ജീവിക്കുക എന്ന് പറഞ്ഞാൽ നന്മ ചെയ്തുകൊണ്ട് ദൈവത്തിന്റെ വ്യക്തിയായി ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ, ഈ ലോകത്തിന്റെ രീതിയിലല്ല, മറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാനും ഈ ക്രിസ്ത്യാനിയെ കണ്ട് ബ്രിട്ടീഷുകാരനും ക്രിസ്ത്യാനികളുടെ ക്രിസ്തുവിനെ അംഗീകരിക്കുവാനും വേണ്ടിയാണ് നമ്മളെ ദൈവയുടെ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലേ? പലപ്പോഴും നമ്മൾ കേട്ടിരിക്കുന്ന കാര്യമാണ്. ദൈവമാണ് നമ്മളെ കൊണ്ടുവന്നതെന്നും നമ്മളെ കണ്ട് മറ്റുള്ളവരുടെ ദൈവത്തിലേക്ക് അറിയാനാണെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ ഈ നോമ്പുകാലത്ത് നമ്മൾ ചിന്തിക്കുന്ന ഇപ്രകാരമാണ്. നമ്മൾ വന്നിട്ട് ഒരു വർഷം 5 വർഷം 10 വർഷം 15 വർഷം 20 വർഷം 40 വർഷമായി എങ്കിൽ ക്രിസ്ത്യാനിയായ ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ എന്നിലൂടെ ഏതെങ്കിലും ഒരു വ്യക്തി എന്റെ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കുകയാണ്. ദൈവം നമ്മളെ കൊണ്ടുവന്നിരിക്കുന്നത് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനും ഈ ലോകത്തിൽ നമുക്കൊരു ബൈ ചാൻസ് ആയി നൽകപ്പെട്ടതല്ല. ഈ UK നമ്മുടെ സഹോദരങ്ങളെ നമ്മൾ സൂക്ഷ്മമായി ആത്മപരിശോധന നടത്തേണ്ട വർണ്ണമാസമാണ്, സമയമാണ് ഈ നോമ്പിന്റെ കാലഘട്ടം. സംസാരിക്കാതെ സദ്വചനങ്ങൾ ഉദ്ഘോഷിച്ചാൽ നിന്റെ നാവ് എന്റെ നാവ് പോലെയാകും. പ്രിയമുള്ള സഹോദരങ്ങൾ, ആ വിളിയാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നീ തിരിച്ചു വന്നാൽ നിന്നെ ഞാൻ തള്ളിക്കളയുകയില്ല. നീ തിരിച്ചു വന്നാൽ നിന്നെ ഞാൻ തള്ളിക്കളയുകയില്ല, മറിച്ച് നീ തിരിച്ചു വന്നാൽ നിന്നെ ഞാൻ എന്റെ മുൻപിൽ എന്റെ സന്നിധിയിൽ പുനഃസ്ഥാപിക്കും. പണ്ടുണ്ടായിരുന്ന പ്രതാപം നിനക്ക് ഞാൻ തിരിച്ചു തരും. ദൈവം ആഗ്രഹിക്കുക ഇത്ര മാത്രമേ ഉള്ളൂ. നീ കടന്നു വന്ന ഒരുപക്ഷെ പാപത്തിന്റെ വഴികൾ എത്രമാത്രം വലുതായിക്കോട്ടെ, നീ എന്റെ മുമ്പിൽ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിക്കുമ്പോൾ നിന്നെ ഞാൻ പൂർണ്ണമായും എന്റെ തിരുരക്തത്തിൽ കഴുകി വിശുദ്ധീകരിച്ച് നെഞ്ചോട് ചേർത്ത് വെച്ച് നിന്റെ പഴയ പ്രതാപം ഞാൻ തിരിച്ചു തരും. എന്നോട് കൂടെ നീ നടക്ക്. എന്നിട്ട് ഞാൻ പറയുക, വിലകെട്ടവ സംസാരിക്കാതെ സദ്വചനങ്ങൾ ഉദ്ഘോഷിച്ചാൽ നിന്റെ നാവ് എന്റെ നാവ് പോലെയാകും. ദൈവത്തിന്റെ നാവിന്റെ പ്രത്യേകത എന്തുവാ? എന്തുകൊണ്ടാണ് ദൈവം പറയുന്നത് നിന്റെ നാവ് എന്റെ നാവ് പോലെയാകുമെന്ന്? ദൈവത്തിന്റെ നാവിന്റെ പ്രത്യേകത എന്തുവാ? പറഞ്ഞു. ദൈവത്തിന്റെ നാവ് സത്യം മാത്രം പറയുന്ന നാവ്. താങ്ക് യു, വെരി ഗുഡ്. പിന്നെ ദൈവത്തിന്റെ നാവിന്റെ പ്രത്യേകത അനുഗ്രഹിക്കുന്ന നാവ്. വെരി ഗുഡ്. കർത്താവിന്റെ നാവ് അനുഗ്രഹങ്ങൾ ചെയ്യും, അത് സംഭവിക്കുകയും ചെയ്യും. പിന്നെ തിന്മ വസിക്കുന്നില്ല, വിശുദ്ധീകരിക്കപ്പെടുന്ന നാവ്. വെരി ഗുഡ്. ഇത് നമ്മൾ തുടർന്നു പോവുകയാണ്. ദൈവത്തിന്റെ ഇവർ പറഞ്ഞതിനോടെല്ലാം കൂടി ചേർത്ത് മറ്റൊരു കാര്യം കൂടെ ദൈവത്തിന്റെ നാവിന്റെ പ്രത്യേകതയുണ്ട്. ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകും, സുഖപ്പെടട്ടെ എന്ന് പറഞ്ഞാൽ സുഖപ്പെടും. അത് ദൈവത്തിന്റെ നാവിന്റെ ഒരു പ്രത്യേകതയാണ്. ഇനി നമ്മൾ ചിന്തിക്കുന്ന സഹോദരങ്ങളെ, കുംഭസാരത്തിൽ പാപങ്ങൾ ഏറ്റുപറഞ്ഞ് തിരിച്ചു വരുമ്പോൾ ദൈവം പറയുക, വിലകെട്ടവ സംസാരിക്കാതെ നീ സദ്വചനം ഉദ്ഘോഷിച്ചാൽ നിന്റെ നാവ് എന്റെ നാവ് പോലെയാകുമെന്ന് പറഞ്ഞാൽ നീ എന്ത് പ്രാർത്ഥിച്ചാലും ഞാനത് നൽകും. നീ ദൈവമേ ഇത് തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ നിനക്കത് തരും. ദൈവമേ ഇത് മാറ്റണമേ എന്ന് പ്രാർത്ഥിച്ചാൽ അത് മാറി പോകും. ദൈവമേ ഇത് സുഖപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചാൽ നീ പ്രാർത്ഥിച്ചാൽ ഞാൻ സംപ്രീതനാകും എന്ന് കർത്താവ് പറയുന്നു. വിലകെട്ടവ സംസാരിക്കാതെ സദ്വചനങ്ങൾ നീ സംസാരിക്കണം. ഇത് നമ്മുടെയൊക്കെ ചില കുടുംബങ്ങളിൽ ചിന്തിക്കുന്ന പ്രകാരം സഹോദരങ്ങളെ, വിലകെട്ടവ മാത്രം സംസാരിക്കുന്ന അനേകം വ്യക്തികളുണ്ട്. ചില സഹോദരങ്ങൾ പറയും, അച്ഛാ എല്ലാം സഹിക്കാം, എന്നാൽ എന്റെ അപ്പനെ മരിച്ചു പോയിട്ട് 25 വർഷമായി എന്റെ അപ്പൻ, ഈ അപ്പനെയും അമ്മേനെയും പറയുന്നത് മാത്രം എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടോ? ചില കുടുംബങ്ങളില് ഭാര്യഭർത്താക്കന്മാർ തമ്മിലുള്ള ചില അസ്വസ്ഥതകൾ ഉണ്ടാകുമ്പോൾ ഈ ഭർത്താവ് ചിലപ്പോൾ ഭാര്യനെ ഒന്ന് ഇരുത്താനായിട്ട് പറയുന്ന ചില വാക്കുകളാണ്. അപ്പനെ വിളിച്ച് അമ്മനെ വിളിച്ച് അവിടെ വീട്ടുകാര് പിന്നെ തലമുറകളൊക്കെ പറയും. അപ്പം മരിച്ചുപോയിട്ട് കുറെ വർഷങ്ങളായി കാണും. അവൾ പറയാ, എന്താ മരിച്ചുപോയ എന്റെ അപ്പനെ ഒന്ന് വിട്ട് വേറെ എന്തെങ്കിലും പറയാൻ പാടില്ലേ? വിലകെട്ടവയാണോ സംസാരിക്കുന്നത്? മനസ്സിലാവുന്നു. പിന്നെ വിലകെട്ട സംസാരിക്കുന്ന മറ്റൊരു മേഖലയാ സഹോദരങ്ങളെ, മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത്. എന്ത് കണ്ടാലും ഒരു മനുഷ്യന്റെ നന്മ പറയാൻ സാധിക്കാതെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും. കണക്ക് കൊടുക്കേണ്ടി വരും. മത്തായി 12
36. മനുഷ്യൻ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും വിധി ദിവസത്തിൽ കണക്ക് കൊടുക്കേണ്ടി വരും. പ്രിയമുള്ള സഹോദരി സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക, എന്നിലൂടെ ഏതെങ്കിലും ദിവസം ഏതെങ്കിലും വ്യക്തികളെ കുറിച്ച്, എന്റെ കുടുംബത്തിലുള്ളവരാകാം, സമൂഹത്തിലുള്ളവരാകാം, ഏതെങ്കിലും വ്യക്തികളെ കുറിച്ച് അപവാദങ്ങൾ ഞാൻ പറഞ്ഞ് പരത്തിയിട്ടുണ്ടോ? കുമ്പസാരങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിക്കുക. നാവിലൂടെ ദൈവം ആഗ്രഹിക്കാത്ത രീതിയിൽ സദ്വചനങ്ങൾ ഉദ്ഘോഷിക്കാതെ വിലകെട്ടവ ഞാൻ സംസാരിച്ചിട്ടുണ്ടോ? കുമ്പസാരങ്ങൾ ഏറ്റുപറഞ്ഞ് മാപ്പപേക്ഷിക്കുക. ദൈവം പറയുക, വിലകെട്ടവ സംസാരിക്കാതെ സദ്വചനങ്ങൾ, ചിലത് ചീത്ത വാക്കുകൾ പറയുന്ന ചില സ്വഭാവം, ഇതൊക്കെ ഈ മേഖലയാണ്. നിന്റെ നാവ് പോലെ. പിന്നെ ഈ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതിനെ കുറിച്ച് മറ്റൊരു മേഖല കൊടുക്കൊണ്ട് അതാണ് പറയുക, വിധി ദിവസത്തിൽ നമ്മൾ പറയുന്ന ഓരോ വ്യർത്ഥവാക്കിനും ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ഒരിക്കലും ജീവിതത്തിൽ മറ്റൊരു വ്യക്തിയുടെ കുറ്റം പറയാൻ പാടില്ല. എങ്കിൽ ദൈവത്തിന്റെ പ്രത്യേകമായ ഇടപെടൽ നമ്മുടെ ജീവിതങ്ങളിൽ ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. വീണ്ടും യോഹന്നാന്റെ ലേഖനം 1-ാമത്തെ അധ്യായം, 1 യോഹന്നാൻ 1-ാമത്തെ അധ്യായം 9-10 ലിഖിതങ്ങൾ നമുക്ക് ശ്രമിക്കാം. 1 യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 9-10 ലിഖിതങ്ങൾ എടുത്ത് വായിക്കാവോ? എന്നാൽ നാം പാപങ്ങൾ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ വിശ്വസ്തനും നീതിമാനുമാകയാൽ പാപങ്ങൾ ക്ഷമിക്കുകയും എല്ലാ രീതികളിൽ നിന്ന് നമ്മെ വിശുദ്ധീകരിക്കുകയും ചെയ്യും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമാണ്. പഠിക്കാൻ പറ്റുമെങ്കിൽ പഠിക്കുക. യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം സുവിശേഷമല്ല, യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 9-10 ശക്തി. കുമ്പസാരം എന്ന കൂദാശ നമ്മുടെ സഹോദരങ്ങൾ പലപ്പോഴും കുമ്പസാരം എന്ന കൂദാശ സ്വീകരിക്കാതെ അനേകം മക്കള് ജീവിതങ്ങളിലൂടെ മുന്നോട്ട് പോകുന്നുണ്ട്. കാര്യങ്ങൾ അദ്ദേഹം ചെയ്ത് ഡോൺ ബോസ്കോയ്ക്ക് ദൈവത്തിന്റെ പ്രത്യേകമായ ചില കൃപകളൊക്കെ ലഭിച്ചിരുന്ന ഒരു വിശുദ്ധനാണ്. അങ്ങനെ പിശാചിനോട് സംസാരിക്കാനുള്ള ഒരു പ്രത്യേക കൃപ ദൈവം ഡോൺ ബോസ്കോയ്ക്ക് കൊടുത്തിരുന്നത്. പിശാചിനെ ഡോൺ ബോസ്കോ തകർത്തിരുന്നു, പിശാചിനെ ബഹിഷ്കരിച്ചിരുന്നു. അപ്പോൾ ചില പിശാചുകളെ ബഹിഷ്കരിക്കുന്ന സമയത്ത് ഡോൺ ബോസ്കോ എന്ത് ചോദിച്ചാലും പിശാച് അതിന് മറുപടി പറയും. പിശാചുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പിശാചുണ്ടോ? പിശാചുണ്ടോ? ഉറപ്പാണോ? ഉണ്ട്. സാത്താൻ ഉണ്ട്. വിശുദ്ധ ഇത് നമ്മളെ ചിന്തിക്കുന്ന പോലെ ഈ വലിയ കൊമ്പും 10 നഖമൊക്കെ നീട്ടി പല്ലൊക്കെ നീട്ടിയ ഒരു പിശാചിനും ആയിരിക്കില്ല. അങ്ങനെയുള്ള പിശാചൊന്നും നമ്മളാരും കണ്ടിട്ടില്ല. എന്നാൽ പിശാച് ഉണ്ട്. പിശാച് ആരായിരുന്നു? വിശുദ്ധ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ആരായിരുന്നു? സാധാരണ എങ്ങനെയുണ്ട്? അവൻ ആരായിരുന്നു? തുടക്കത്തില് മാലാഖയായിരുന്നു. സാത്താൻ മാലാഖയായിരുന്നു. എങ്ങനെ എപ്രകാരമാണ് പിശാചായി എന്നും വിശുദ്ധ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. എന്താ വിശുദ്ധ എഴുതി വെച്ചിരിക്കുന്നത്? ദൈവ കൽപ്പനയല്ല, പോലെയാകാൻ അവൻ ആഗ്രഹിച്ചു. ഞാൻ ഈ ദൈവത്തിനെ കഴിഞ്ഞുള്ള കൃപയും കഴിവൊക്കെ എനിക്ക്. അവൻ പ്രധാന മാലാഖയായിരുന്നു ലൂസിഫർ. ലൂസിഫർ എന്ന വാക്കിന്റെ അർത്ഥം എന്തുവാ? അതിന്റെ കൂടെ ആഡ് ചെയ്യാവുന്നതാണ്. പിന്നെ ലൂസിഫറിന്റെ വാക്കിന്റെ അർത്ഥം പ്രകാശത്തിന്റെ പുത്രൻ എന്നാണ് ലൂസിഫർ എന്ന വാക്കിന്റെ അർത്ഥം. ലൂസിഫർ പ്രകാശത്തിന്റെ പുത്രൻ. എന്തുകൊണ്ട് അവനന്ന് ലഭിച്ചിരുന്നത്? അവൻ പ്രധാന മാലാഖയുടെ കൂടെ എണ്ണപ്പെട്ട മാലാഖയായിരുന്നു ലൂസിഫർ. ഒരിക്കൽ അവൻ ദൈവത്തിനെതിരെ അഹങ്കാരത്തോടെ പിറുപിറുത്ത് പറഞ്ഞു, നിന്റെ സിംഹാസനം ഞാൻ ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ. ഇവൻ അഹങ്കാരത്തോടെ ദൈവത്തെ വെല്ലുവിളിച്ചപ്പോ അവനെ ചവിട്ടി ദൈവം പുറത്ത് നീ അവിടെ കിടന്നാൽ മതി എന്ന് പറഞ്ഞു. ദൈവത്തെ പോലെയാകാൻ അവൻ ആഗ്രഹിച്ച് ദൈവത്തെ അവന്റെ അഹങ്കാരത്തിന്റെ മൂർധന്യത്തിൽ എത്തിയപ്പോൾ അവനെ ദൈവം അടിച്ച് താഴെയിട്ട്. അവനാണ് പിശാച്. പിശാചുണ്ട്. അതുകൊണ്ടല്ലേ പ്രിയമുള്ള സഹോദരങ്ങളെ, ലൂക്കായുടെ സുവിശേഷം 9-ാമത്തെ അധ്യായം 1-2 തിരുവചനങ്ങൾ എടുത്തേ. ലൂക്കായുടെ സുവിശേഷം 1-ാമത്തെ അധ്യായം 1-2. അവൻ ആര്? അവൻ എന്ന് പറയുന്ന ആരാ? ഈശോ അല്ലെ? ഈശോ ആരെ വിളിച്ചു? 12 പേരെയും വിളിച്ചു. ഈ 12 പേരെന്ന് പറഞ്ഞ ആരാ? അപ്പസ്തലന്മാർ അല്ലെ? അവൻ 12 പേരെയും വിളിച്ച് സകല പിശാചുകളുടെ മേൽ അധികാരവും ശക്തിയും കൊടുത്തു. അത് സഭയ്ക്ക് നൽകിയിരിക്കുന്ന
അധികാരമാണ്. ഈ പിശാചിന്റെ പിന്നെ ഇവനെ വിളിച്ച് അധികാരം കൊടുക്കേണ്ട കാര്യമുണ്ടോ? ഈ പിശാചിന്റെ തട്ടിപ്പാണ്. നമ്മളോട് പറയും ഇവനൊന്നും ഇല്ല എന്നിവൻ പറയും, എന്നാൽ ഇവൻ ഉണ്ട്. നമ്മൾ ആരും പിശാചിനെ ഭയക്കേണ്ട കാര്യമുണ്ടോ? പിശാചിനെ നമ്മളെ വന്ന് പിടിക്കാനൊന്നും പറ്റില്ല. ചിലപ്പോൾ നമ്മൾ പേടിച്ചു, ഓരോ പിശാച് അമ്മ നമ്മളെ വന്ന് പിടിക്കും, രാത്രി പിന്നെ ഉറങ്ങാൻ പേടി. എന്തിനാണ് പേടിക്കുന്നത്? ഇവൻ ശപിക്കപ്പെട്ടവനാണ്. ഇവന് ശക്തിയില്ലാത്ത ശപിക്കപ്പെട്ടവനാണ്. ശക്തിയില്ലെന്ന് നിങ്ങൾ ചോദിക്കുകയും ഞാനത് പിന്നീട് പറയും എന്തുകൊണ്ടാണ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ക്രൈസ്തവന്റെ മുമ്പിൽ പിശാചിന് ഒരു ശക്തിയും ഇല്ല. ബിക്കോസ് എന്തുകൊണ്ടാ? നമ്മൾ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണ്. യേശുക്രിസ്തുവിന്റെ രക്തത്തിന്റെ 5 അയലോകത്തേക്ക് പിശാച് അടുക്കത്തില്ല. കാരണം കുരിശിൽ രക്തം ചിന്തി പിശാചിന്റെ തല തകർത്തവനാണ് നമ്മുടെ രക്ഷകനായ യേശു ക്രിസ്തു. Every Christian is bought by the precious blood of Jesus. We are washed and protected by the precious blood of Jesus. On the day of our baptism, as I told you, there the Holy Spirit puts an indelible mark of ownership on our soul. നമ്മുടെ ആത്മാവിൽ ഒരിക്കലും മായ്ക്കപ്പെടാനാവാത്ത ഉടമസ്ഥതയുടെ മുദ്ര പരിശുദ്ധാത്മാവ് കൊത്തും. പരിശുദ്ധാത്മാവിന്റെ മുദ്ര കുത്തിയ വ്യക്തികൾ യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്തിന്റെ സംരക്ഷണത്തിൽ ഏറ്റെടുക്കപ്പെടും. യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്തിന്റെ സംരക്ഷണത്തിൽ ഏറ്റെടുക്കപ്പെടുന്ന ഒരു വ്യക്തിയിലും സാത്താന് കടന്നു പ്രവർത്തിക്കുവാൻ സാധിക്കില്ല. അതുകൊണ്ട് പിശാചിനെ ഭയപ്പെടേണ്ട കാര്യമില്ല. പിശാചിനെ നമ്മൾ ഒരിക്കലും പേടിക്കേണ്ട കാര്യം ഇല്ല. എങ്കിൽ എങ്ങനെയാണ് ചില വ്യക്തികളില്, ചില കുടുംബങ്ങളില് പിശാചിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നത്? എങ്ങനെയാണ് ചില വ്യക്തികൾ പിശാചിന്റെ പ്രവർത്തനം കാണുന്നത്? എന്തുകൊണ്ടാണ്? അങ്ങനെയെങ്കിൽ പിശാചിന്റെ പ്രവർത്തനം ഉണ്ടാകുമായില്ലെങ്കിൽ എന്തിന് കർത്താവ് വിശ്വസിക്കുക അപ്പസ്തോലന്മാർക്ക് പിശാചിനെ പുറത്താക്കാൻ അധികാരം കൊടുത്തു? പ്രിയമുള്ള സഹോദരങ്ങൾ, ചിന്തിക്കുന്നത് ഇപ്രകാരമാണ്. യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്തിന്റെ സംരക്ഷണത്തിന്റെ വലയത്തിൽ നമ്മളെ കാത്തുപരിപാലിച്ചു കൊണ്ടുപോകുമ്പോൾ നമുക്ക് ദൈവം മനുഷ്യൻ നൽകിയിരിക്കുന്ന ഒരു പ്രത്യേകമായ ഒരു അനുഗ്രഹമാണ് ഫ്രീ വിൽ. അല്ലേ? ഫ്രീ വിൽ. അതാണ് നമ്മളെ മനുഷ്യന്റെ മറ്റ് മൃഗങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് നമ്മുടെ ഫ്രീ വിൽ. ഫ്രീ വിൽ എന്ന് പറഞ്ഞാൽ എന്തുവാണ്? നന്മയും തിന്മയും തിരഞ്ഞെടുക്കുവാനുള്ള കഴിവ്. ദൈവം ഒരിക്കലും നമ്മളെ പിടിച്ചു വലിച്ചൊരു കാര്യം ചെയ്യിപ്പിക്കില്ല. സാത്താൻ ചെയ്യിപ്പിക്കോ? അവന്റെ കൂടെ നിന്നാൽ അവൻ ചെയ്യിപ്പിക്കും. സാത്താൻ കൊണ്ടേ പോകൂ, വിട്ടുകൊടുത്ത്. യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്തിന്റെ സംരക്ഷണത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരു പിശാചിനെ കടന്നു വരുവാൻ സാധിക്കില്ല. എന്നാൽ ഇവൻ എന്തുകൊണ്ടാണ് കടന്നു വരുന്നത്? നമ്മുടെ ഫ്രീ വില്ല് കൊണ്ട് മനുഷ്യൻ നന്മയും തിന്മയും തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം നൽകിയിരിക്കുന്നത് കൊണ്ട് ആദ്യത്തിനും അവ്വായിക്കും ഈ സ്വാതന്ത്ര്യം നൽകി അവർ തിരഞ്ഞെടുത്തു തിന്മ. നമ്മൾ യേശുക്രിസ്തുവിന്റെ സംരക്ഷണ വലയത്തിൽ നിന്നും മാറി നിൽക്കുമ്പോൾ പിശാചൻ നമ്മളെ സ്വാധീനിക്കാൻ സാധിക്കും. മനസ്സിലാകുന്നുണ്ടോ? യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്തിന്റെ സംരക്ഷണത്തിൽ നമ്മൾ മാറി നിൽക്കുമ്പോൾ നമ്മളെ തന്നെ ഒരു ഉദാഹരണമായിട്ട് പറയുക, പിശാചിന്റെ പ്രവർത്തനങ്ങളുള്ള സ്ഥലങ്ങളിൽ ക്രൈസ്തവൻ കടന്നു ചെല്ലുമ്പോൾ ക്രൈസ്തവന്റെ ശരീരത്തിന്റെയും മനസ്സിന്റെയും ഉടമസ്ഥത അവൻ ആർക്കടിയറ വയ്ക്കുന്നു? മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ ഫ്രീ വില്ല് കൊണ്ട് നമ്മൾ മറ്റു വ്യക്തിക്ക് തിന്മയ്ക്ക് നമ്മൾ അടിയറ വയ്ക്കുകയാ ചെയ്യുക. ഇനി അമ്മച്ചിയുടെ ചോദ്യത്തിന്റെ ഉത്തരം ഒരു ഉദാഹരണത്തിൽ, രാജ്യത്ത് നമ്മൾ വന്നതിന് ശേഷം ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും ദുരാസക്തികള്, ഈ രാജ്യത്തിന്റെ ഏതെങ്കിലും തിന്മകള് നമ്മുടെ ജീവിതങ്ങളെ സ്വാധീനിക്കുന്നുണ്ടോ? എന്റെ പാപത്തിലൂടെ, എന്റെ ഏതെങ്കിലും സ്വാർത്ഥതയിലൂടെ, കൂട്ടുകാരോട് പ്രീതിപ്പെടുത്തുവാനുള്ള എന്റെ ചില പ്രവർത്തനങ്ങളിലൂടെ എന്റെ കുടുംബം ഇന്ന് അസ്വസ്ഥതയിലേക്ക് കടന്നു പോകുന്നുണ്ടോ? എന്റെ കുഞ്ഞിനിന്ന് ദൈവത്തിന്റെ സംരക്ഷണം നഷ്ടപ്പെടുന്നുണ്ടോ എന്ന് ചിന്തിക്കുവാൻ ദൈവം നമ്മൾ വിളിക്കുകയാണ്. ദൈവത്തിന് വേണ്ടി പ്രത്യേകം വിട്ടുകൊടുത്ത് ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ വലിയ വാരം ദൈവാനുഭവത്തിന്റെ ഒരു വാരമാക്കി മാറ്റി. നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പീഡകൾ സഹിച്ച് കുരിശിൽ മരിച്ച് നമ്മളെ രക്ഷിക്കുവാനായി കടന്നു വരുന്ന ഈ ആഴ്ചയിൽ നമ്മുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലകളും സമസ്ത സഹനങ്ങളും, നമ്മൾ ഒരുപാട് സഹനങ്ങളിലൂടെ കടന്നു പോകുന്നുണ്ടാകാം. സഹനങ്ങള്, വേദനകള്, നൊമ്പരങ്ങള്, തെറ്റിദ്ധരിക്കപ്പെട്ട നിമിഷങ്ങളെല്ലാം ദൈവത്തിന് പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്
നമ്മളിലൂടെ കർത്താവ് വേദനിച്ച ഏതെങ്കിലും നിമിഷങ്ങളുണ്ടെങ്കിൽ വൈദികന്റെ അടുത്ത് കുമ്പസാരക്കൂട്ടിൽ ഏറ്റു പറഞ്ഞുകൊണ്ട് പൂർണ്ണമായി വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ ജോഷുവ 3:5 കർത്താവ് പറയുന്നു, നീ ഇന്ന് നിന്നെ തന്നെ വിശുദ്ധീകരിക്കുക, നാളെ കർത്താവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പ്രവർത്തിക്കും. വീണ്ടും കർത്താവ് പറയുക, നീ കുമ്പസാരത്തിൽ നിന്റെ പാപങ്ങൾ ഏറ്റു പറയുമ്പോൾ ഞാൻ നിന്നെ വീണ്ടെടുക്കും, അനീതിയിൽ നിന്ന് നിന്നെ ഞാൻ രക്ഷിക്കും, നീ രോഗിയാണെങ്കിൽ നിന്നെ ഞാൻ സൗഖ്യപ്പെടുത്തും, നിന്റെ ഐശ്വര്യം ഞാൻ പുനഃസ്ഥാപിക്കും, നിന്റെ നാവ് എന്റെ നാവ് പോലെ ആകും. എത്രമാത്രം കരുണാമയനായ കർത്താവിന്റെ മുമ്പിൽ നമ്മളെ തന്നെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ ജീവിത പങ്കാളികളെ സമർപ്പിച്ചുകൊണ്ട്, നമുക്കുള്ള സർവ്വതും ഈ വലിയ ആഴ്ചയിൽ ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ ഒരു തീരുമാനമെടുത്ത്, ഇത്രയും നാൾ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ ദൈവം കൃപ നൽകിയിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി പറഞ്ഞുകൊണ്ട്, എവിടെയെങ്കിലും എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ മാപ്പപേക്ഷിച്ചുകൊണ്ട് നമുക്ക് വിശുദ്ധീകരിക്കപ്പെടാം. ദൈവം സംപ്രീതനാകുന്ന ഇന്ന് അവസാന ഞായറാഴ്ച കർത്താവ് ദേവാലയത്തിൽ നടന്ന ശുദ്ധീകരണം പോലെ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ, നമ്മുടെ മനസ്സിൽ, നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ഏതെങ്കിലും സമസ്ത മേഖലകളിൽ വിശുദ്ധീകരിക്കപ്പെടുവാനുള്ള ഏതെങ്കിലും മേഖലയുണ്ട്, അവയെല്ലാം യേശുക്രിസ്തുവിന്റെ വിശുദ്ധ രക്തത്തെ ഇന്നത്തെ വിശുദ്ധ ബലിയിലൂടെയും വിശുദ്ധീകരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഈ ആഴ്ച പൂർണ്ണമായി നമുക്ക് ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. രക്തത്തിൽ എനിക്ക് വിടുതലുണ്ട്, യേശുക്രിസ്തുവിന്റെ തിരുരക്തത്തിൽ എനിക്ക് രക്ഷയുണ്ട്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ നിമിഷം നിങ്ങളെ വെഞ്ചരിച്ച് ജലം കൊണ്ട്, ശുദ്ധജലം കൊണ്ട് വെഞ്ചരിച്ച് പ്രാർത്ഥിക്കുകയാണ്. വെഞ്ചരിപ്പിച്ച് രോഗികൾ സൗഖ്യപ്പെടുവാൻ, തലമുറകളായി ഏതെങ്കിലും ദുശീലങ്ങളിലോ ബന്ധനങ്ങളിലോ അനർത്ഥങ്ങളിലോ നിങ്ങൾ ചെന്നുപെട്ട് അസ്വസ്ഥരാകുന്നുണ്ടെങ്കിൽ വിടുതൽ ലഭിക്കുവാൻ, സാത്താന്റെ കോട്ടകൾ തകർക്കപ്പെടുവാൻ ഇപ്പോൾ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ലൂക്കായുടെ സുവിശേഷം 9-ാം അധ്യായം 1-2 തിരുവചനങ്ങളുടെ ശക്തിയിൽ പ്രാർത്ഥിക്കുന്നു. അവൻ 12 വരെയും അടുത്ത് വിളിച്ച് സകല പിശാചുക്കളുടെ മേൽ അധികാരവും ശക്തിയും കൊടുത്തു. അതോടൊപ്പം തന്നെ രോഗികളെ സുഖപ്പെടുത്തുവാനും ദൈവരാജ്യം പ്രസംഗിക്കുവാനുമായി അവൻ അവരെ അയച്ചു. ഈ വചനത്തിന്റെ ശക്തി ഏറ്റെടുത്തുകൊണ്ട് യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇപ്പോൾ ഈ സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ശരീരത്തിന്റെ രോഗപീഠകൾ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടൊഴിഞ്ഞു പോകട്ടെ. ശരീരത്തിന്റെ എല്ലാ അസ്വസ്ഥതകള്, രോഗത്തിന്റെ മൂല കാരണങ്ങളെ നസറായ യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ തിരുരക്തത്തിന്റെ ശക്തിയിൽ, ഈശോയുടെ വിശുദ്ധ കുരിശിന്റെ അടയാളത്തിൽ ഞാൻ ഈ മക്കളിൽ നിന്ന്, ഈ സമൂഹത്തിൽ നിന്ന്, സഭയ്ക്ക് നൽകിയ അധികാരത്തിൽ, പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പായ്ക്ക് നൽകിയിരിക്കുന്ന ആത്മീയ അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഞങ്ങളുടെ സഭയെ നയിക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന മെത്രാൻ സംഘത്തിന്റെ കൂട്ടായ്മയ്ക്ക് നൽകിയ അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ കൂട്ടായ്മയെ നയിക്കുവാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന ജോൺസൺ അച്ഛൻ നൽകുന്ന അധികാരത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ഈ സമൂഹത്തിൽ രോഗശാന്തി ഉണ്ടാക്കുവാൻ യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ലൂക്ക 10:19 ഇതാ പാമ്പുകളുടെയും തേളുകളുടെയും ശത്രുവിന്റെ സകല ശക്തികളുടെയും മേൽ ചവിട്ടി നടക്കുവാൻ നിനക്ക് ഞാൻ അധികാരം നൽകുന്നു, ഒന്നും നിന്നെ ഉപദ്രവിക്കുകയില്ല. ഈ വചനം ഏറ്റെടുത്തുകൊണ്ട് ഈ മക്കളെ ബന്ധിച്ചിട്ടിരിക്കുന്ന എല്ലാ പൈശാചിക സ്വാധീനങ്ങളെയും, അന്ധകാര ശക്തികളെ, നാരകീയ പീഠകളെ നിങ്ങളോട് ഞാൻ കൽപ്പിക്കുന്നു. ഈ സമൂഹത്തിൽ നിന്ന്, ഈ മക്കളിൽ നിന്ന്, ഇവരുടെ കുടുംബങ്ങളിൽ നിന്ന്, ഇവരുടെ തലമുറകളിൽ നിന്ന് യേശുക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ വിട്ടൊഴിഞ്ഞു പോവുക, നിത്യനരകത്തിലേക്ക് പോവുക. ഇനി ഒരിക്കലും ഈ മക്കളിലേക്കോ ഇവരുടെ കുടുംബങ്ങളിലേക്കോ ഇവരുടെ വ്യക്തി ജീവിതങ്ങളിലേക്കോ തിരിച്ചു വരുവാൻ പാടില്ലെന്ന് നസറായ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ കൽപ്പിച്ച് പരിഷ്കരിക്കുന്നു. In the mighty name of Jesus, be healed, be delivered, be protected, be saved by the precious blood of Jesus, in the name of the Father, Son and the Holy Spirit. Hallelujah. Hallelujah. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോർന്നിട്ടില്ല. കൈയടിച്ച് നമുക്ക് പാടാം. കാലത്തിൽ ഒരുമിച്ച് കൈയടിച്ച് പാടി സൗഖ്യം നേടാം, സമാധാനം നേടാം, സ്നേഹം, യേശുവിന്റെ സ്നേഹവും സമാധാനം നേടാം. കൈയടിച്ച് പാടാം.
പ്രാർത്ഥനയോടുകൂടി യേശു കടന്നു വരട്ടെ എന്ന മനസ്സോടുകൂടി രോഗമുള്ളവരെ കൈയടിച്ച് ഉറക്കം പാടുക. അവരുടെ രോഗങ്ങളിൽ നിന്ന് മോചനം ലഭിക്കും. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, ദൈവത്തിൻ കൈ കാണിട്ടില്ല ലോകത്തിൽ ഈ കാലത്തിൽ. ദൈവശക്തി കുറഞ്ഞിട്ടില്ല, കൈ കാണിട്ടില്ല. സുഖപ്പെടുത്തണമേ രോഗികളെ അവിടെ സുഖപ്പെടുത്തണമേ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. പെരുമഴപോൽ പെരുമഴപോൽ പെയ്യുന്നു അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. ദൈവമേ ഈ സമയം പ്രവർത്തിക്കണമേ, നിന്റെ മക്കളിൽ പ്രവർത്തിക്കണമേ. സൗഖ്യം സമാധാനം ഉണ്ടാകട്ടെ. സന്തോഷത്തോടെ കൈയടിക്കാം. സങ്കടമാകും ചെങ്കടലെന്നെ ചുറ്റുമ്പോൾ, ഓ സങ്കടമാകും ചെങ്കടലെന്നെ ചുറ്റുമ്പോൾ, ഇക്കരമെന്നെ താങ്ങുന്നേ അക്കരെ. ആനന്ദത്തോടെ സന്തോഷത്തോടെ അടിച്ചു പാടാം. താങ്ങുന്നേ അക്കരെ. ദൈവം താങ്ങിക്കൊള്ളുന്നുണ്ട്. ഇക്കരമെന്നെ താങ്ങുന്നേ അക്കരെ എത്തിച്ചിടുന്നേ. ഇക്കരമെന്നെ താങ്ങുന്നേ അക്കരെ എത്തിച്ചിടുന്നേ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല കാലത്തിൽ ഈ ലോകത്തിൽ. യേശുവേ അങ്ങേ വിളിച്ചപേക്ഷിക്കുന്ന മക്കളെ കാണണമേ. നിന്റെ ശക്തി ഇവരിൽ പ്രവർത്തിക്കട്ടെ. യേശുവേ കിടക്കും കണ്ണീർ കുഴിയിൽ ദൈവം ഇറങ്ങി വരുന്നു. നിന്റെ രോഗശയ്യയിലേക്ക് യേശു നടന്നു വരുന്നു. നീ കിടക്കും കണ്ണീർ കുഴിയിൽ ദൈവം ഇറങ്ങി വരുന്നു. നിന്റെ രോഗശയ്യയിലേക്ക് യേശു നടന്നു വരുന്നു. ഇപ്പോൾ തന്നെ സൗഖ്യം നേടുന്നേ, ഇപ്പോൾ തന്നെ സുഖം കൊടുക്കണമേ, സൗഖ്യം കൊടുക്കണമേ. ഇപ്പോൾ തന്നെ ഈ ദേവാലയത്തിൽ പ്രാർത്ഥിക്കുന്ന ഈ മക്കൾക്ക് സൗഖ്യം കൊടുക്കണമേ. ഇപ്പോൾ തന്നെ വിടുതൽ പ്രാപിക്കും. രോഗമിടക്ക മടക്കിയെടുത്തു, ശാപത്തിടക്ക ചുരുട്ടിയെടുത്തു. ജീവനിലേക്ക് നടന്നു പോകും നീ, ജീവനിലേക്ക് നടന്നു പോകും നീ. പെരുമഴ പോൽ പെരുമഴ പോൽ പെയ്യുന്നു അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. പെരുമഴ പോൽ പെയ്യുന്നു അത്ഭുതവും വിടുതലും ഈ ജനതയിൽ. അത്ഭുതങ്ങൾ തീർന്നിട്ടില്ല, അടയാളങ്ങൾ തോന്നിട്ടില്ല. അന്ധന്മാർ കാണും